ഈ മ്യൂസിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ഏറ്റവും അധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ റെഫറൻസ് കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് ഈ പടത്തിലെ പോലെ വേണം, ഹാൻസിമർ ഇൻഡസ്ട്രിയൽ ചെയ്തത് ഞങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആളുകൾ വരുന്നത്. പലപ്പോഴും ഇപ്പോൾ MM കീരവാണി പോലെ ഒരു ഫംഗ്ഷൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു, ഒരു റെഫറൻസും ഇല്ലാതെ വരുന്ന ഒരു സംവിധായകനോ അല്ലെങ്കിൽ കഥാകൃത്തമാണ് എൻ്റെ ഇപ്പോഴത്തെ സ്വപ്നം എന്നുള്ളത്. ഈ റെഫറൻസുകളായിട്ട് ആളുകൾ സമീപിക്കുന്നത് എത്രമാത്രം ദുഷ്കരമാവുന്നുണ്ട് ഇപ്പോൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്? റെഫറൻസ് നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഹാൻസിമറിന്റെ മ്യൂസിക് ആയിരിക്കും ചിലപ്പോൾ റെഫറൻസ് ഇടുന്നത്. നമ്മൾ എങ്ങനെ പോയാലും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റില്ല അത്. അപ്പോൾ നമ്മൾ ഈ പടത്തിന് എനിക്ക് ഭാഗ്യത്തിന് ഒരുപാട് റെഫറൻസ് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. സുനിൽ ഭായി എനിക്കത് അങ്ങനെ റെഫറൻസ് അല്ല, എനിക്ക് ഫ്രീഡം ആയിരുന്നു തന്നിരുന്നത്. കാരണം നീ അത് എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ അത് പെർഫെക്റ്റ് ആയിരിക്കണം, അത് എൻഹാൻസ് ചെയ്യണം, മൂവീനെ അത് ലിഫ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൽ അങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാക്സിമം ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇനി പ്രേക്ഷകരാണ് കണ്ടിട്ട് പറയേണ്ടത്, പക്ഷേ ഞാൻ മാക്സിമം ഫ്രീഡം എടുത്താണ് വർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ റെഫറൻസ് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയ തന്നെയാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. ഈ ജംസ്കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒക്കെ നമ്മുടെ സിനിമകളിൽ, പ്രത്യേകിച്ച് സൗന്ദര്യ സിനിമകളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് സൗണ്ട് എഫക്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾ കരയുന്നതിൻ്റെ ആയാലും അല്ലെങ്കിൽ ചില കരച്ചിലുകളിലൊക്കെ ആയാലും അതൊക്കെ പലപ്പോഴായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ സൗണ്ട് എഫക്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സീൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് കൊടുക്കുന്ന നമ്മുടെ ആയിട്ടുള്ള സൗണ്ട് ഇൻപുട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ മാറ്റി ചിന്തിക്കാനൊക്കെ ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ? ഒരു പരിധി വരെ. കാരണം എൻ്റെ കഴിഞ്ഞ സിനിമ ഇതേപോലെ ഒരു ജംസ്കെയർ സിനിമയായിരുന്നു, പള്ളിമണി എന്ന് പറഞ്ഞിട്ട് ശ്വേതാ മേഡം അഭിനയിച്ച. അതെന്ന് വെച്ചാൽ അതിൽ ജംസ്കെയർ പോർഷൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ഷോക്ക് ഉപയോഗിച്ച് ചെയ്യാനൊക്കെ അതെ, ഒരുപാട് അങ്ങനെ ഷോക്ക് വേണ്ടത്. കാരണം കുറേ നേരം സൈലൻസ്, പെട്ടെന്ന് ചാടി വീഴുന്ന സീൻസ്. ഇതിലങ്ങനെ ജംസ്കെയറിനല്ല, നമുക്ക് മൊത്തത്തിലൊരു ഹൊറർ ഫീലിംഗ് ഉണ്ട്. നമുക്കിപ്പോൾ ഏത് സീൻ എടുത്താലും ഒരു ബ്ലാക്ക് ഇരുട്ട് തന്നെയാണ് മാക്സിമം ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു ഹൊറർ ഫീലിംഗ് തന്നെയാണ്. അതായത് സിനിമ ആവശ്യപ്പെടുന്ന രീതിയാണ്. അല്ലാതെ ജംസ്കെയർ കുറവാണ്, മാക്സിമം കുറവാണ് ഇതിൽ പടത്തിൽ. നമ്മൾ മലയാളികൾ മറ്റ് ചില ഭാഷകളിലെ സിനിമകളിലൊക്കെ കണ്ടിട്ട് അതിനെ വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു കാരണം അതിൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ആണ്. ഇപ്പോൾ തുമ്പാട് എന്നൊരു സിനിമ 2018 റിലീസാവുന്നു. ആ സിനിമയുടെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. അതായത് ഭൂമിയുടെ ഉള്ളിൽ രണ്ട് ദേവതകൾ, ഒരാൾ ധനത്തിനെ ആഗ്രഹിക്കുന്നു, ഒരാൾ ആഗ്രഹത്തെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് രസമാണ് ആ സിനിമ തുമ്പാട്. അതിന് 2ാം ഭാഗം വരാൻ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാന്താരയെ സെലിബ്രേറ്റ് ചെയ്തൊരു വിധമുണ്ട്. ആ ആ വേൾഡ് ബിൽഡ് ചെയ്യുന്നതിൽ വളരെ രസമാണ് ആ 2 സിനിമകളും. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഒടിയങ്കത്തിലെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ ഒരു ലോകമുണ്ട്, നിങ്ങൾ ഇവിടെ ഒടിയനുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് കുറെ മാന്ത്രിക ശക്തികളുണ്ട്, ഇയാൾ പൂജിക്കുന്ന ഒരു മൂർത്തിയുണ്ട്. അതിനൊരു ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കണമല്ലോ. അത് എത്രമാത്രം വിശ്വാസയോഗ്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഞങ്ങളൊരു 4 വർഷം മുമ്പ് ഇതിൻ്റെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടിയ പുരാണം എന്ന് പറഞ്ഞിട്ട് ഇതേ സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയ എലമെൻ്റ് എടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിം നമുക്ക് റിലീസ് ചെയ്തിട്ട് പെട്ടെന്ന് വൈറലായത്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ പാലക്കാടൻ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരുപാട് ഫോൺ കോളുകൾ, മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കേട്ടറിഞ്ഞിട്ടുള്ള ഒടിയന്റെ കഥ ഇതാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇൻഫർമേഷൻ പലതും ഇപ്പം നമ്മുടെ യൂട്യൂബിൽ എടുക്കുന്ന ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ്സ് നോക്കിയാലും അത് കാണാൻ പറ്റും. ഒരു 600 കമൻറ്റ്സിന് മേലെ അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ ആ കമൻറ്റ്സിൻ്റെ അതാണ് ഞങ്ങളുടെ ഈ സിനിമയ്ക്കുള്ള ബേസ്. കാരണം ഇതാണ് അവർ കേട്ടറിഞ്ഞ ഒടിയന്റെ കഥ. അതൊരു ചെറിയ മൊബൈലിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കമൻസുകളും ഫോൺ കോളുകളൊക്കെ എനിക്ക് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ആ കഥയുടെ ഒരു എലമെൻറ്റിന് തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിനെക്കാട്ടും ഡബിൾ ഇമ്പാക്റ്റ് കിട്ടുമായിരുന്നു. അതാണ് ഈ കഥയിലേക്ക് വരാൻ കാരണം. ഇപ്പം നമ്മൾ ഇങ്ങനൊരു സംഭവം നമ്മളൊരു കേട്ടുകേൾവിയുള്ളൊരു കഥേനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സിനിമാറ്റിക് വേഷനൊക്കെ കൊടുത്ത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു പണ്ട്. അതാണ് നമ്മൾ ഈ കഥ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അത് നമ്മളത് ഡോക്യുമെന്റേഷന്റെ ഒരു മൂഡിലേക്ക് വരാതെ ഇതിൽ ഒരു ഫസ്റ്റ് ഒരു നരേഷൻ ചെയ്തിട്ടുള്ള ടീച്ചർ ചേട്ടനാണ്. അപ്പോൾ ഇതിലാകെയുള്ളൊരു സീനിയർ ആയിട്ടുള്ള ഒരാള് പുള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്തു. ആൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ ഒന്ന് ചെയ്യാം മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ട് ഞാൻ ഇന്ന വേഷ്യൻസാന്ന് ആൾ പറഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞു 2 ടൈപ്പ് വോയിസ് ഉണ്ടായിരുന്നു പുള്ളിയുടെ. നരേഷനുണ്ട്, ഒരു അശരീരവും ഉണ്ടായിരുന്നു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ആൾ ഈ പ്രായത്തിലും എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു സുല്ല ഞാനൊരു കാര്യം ചെയ്യാം, പുലർച്ചെ 6 മണിക്ക് വരാം, അപ്പം ശബ്ദം കുറച്ച് ബേസ് കിട്ടും, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു
ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഇപ്പം ഈ ആൾക്കാർ പോലും ആ സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണിക്ക് വരാടാ അല്ലെങ്കിൽ 1 മണിക്ക് വരാടാ എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് പുള്ളി എത്രത്തോളം ഇൻവോൾവ് ആയിട്ട് എന്നോട് പറയാണ്. ഞാൻ ഇപ്പോൾ അടുത്ത 6 മണിക്ക് വരാൻ സ്റ്റുഡിയോ അവൈലബിൾ ആവുമെന്ന് ചോദിച്ചു. ആളിതിൽ അഭിനയിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ആൾ പറഞ്ഞു സ്റ്റുഡിയോ അവൈലബിൾ ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവൈലബിൾ. അപ്പോൾ ഞാൻ സാറേ ഓക്കെ ഓക്കെ നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ, തൃശ്ശൂരല്ലേ, കുത്തി തുറന്നിട്ടായാലും നമുക്ക് ഡബ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ ശരി 6 മണിക്ക് ഫിക്സ് ചെയ്തതൊന്നുമില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആളെൻ്റെ അടുത്ത് വന്ന് 6 മണിക്കാണ് ഞാൻ വരണേക്കാൾ, സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റുഡിയോയിൽ എത്തണേക്കാട്ട് മുന്നേ പുള്ളി സ്റ്റുഡിയോയിലെത്തി. അതായത് രവിചന്ദ്രൻ സ്റ്റുഡിയോയിലെത്തിയിട്ട് എന്നെ വിളിക്കുകയാണ്. സുനിലെ ഞാനിവിടെ ഇണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ വരുന്നേക്കാട്ട് 6 മണിക്ക് മുമ്പ് പുള്ളി അവിടെ എത്തി. എന്നിട്ട് ഞാൻ വന്ന് നേരെ ഡബ് ചെയ്യാനായിട്ട് കയറി നരേഷൻ പറഞ്ഞ് ആദ്യം ആൾ റഫ് ട്രാക്ക് സുനിലെ ഞാൻ ഒരു റഫ് ട്രാക്ക് ചെയ്യണമെന്നുണ്ട് ഫുള്ള് റഫ് ട്രാക്ക് ചെയ്തിട്ട് അതായത് കുട്ടികളെ പോലെയാണ് പുള്ളി നമ്മളുടെ ബിഹേവ്. കാരണം ഈ ഡബ്ബിങ് ഷൂട്ടിൽ നിന്ന് നേരെ കൺസോളിലേക്ക് ഓടിയിട്ടൊക്കെയാണ് വരുന്നത് പുള്ളി. ആ പോലെ അടിച്ച 6 മണി നേരത്തൊക്കെ. എന്നിട്ട് ഓടി വന്നിട്ട് ആളത് ഓരോന്നൊക്കെ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൾ 2 ടൈപ്പായിട്ട് എനിക്ക് ചെയ്തു തന്നു. എന്നിട്ട് ഞാൻ ഓക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെയും ആള് 2 വട്ടം 3 വട്ടം ഇരുന്ന് കണ്ടിട്ട് കേട്ട് വീണ്ടും കണ്ണടച്ചിട്ടാണ് കേൾക്കണം മൊത്തം. വിഷ്വലൊന്നും ഇല്ല ആൾ കണ്ണടച്ച് കേട്ടിട്ട് 1 മിനിറ്റാന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയിട്ട് ലാസ്റ്റ് ഫൈനൽ ഇത് വന്നിട്ട് ആണ് ഡബ് ചെയ്യണത്. എന്നിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് എന്നോട് ഹാപ്പി അല്ലെന്നും ഇല്ലയെന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞ് കുറച്ച് വിഷ്വൽസ് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കാണാം എന്നുള്ള രീതിയിൽ ഞാൻ ഫുള്ള് ഒരുമാതിരി ഒരു 50% വിഷ്വൽസ് ഞാൻ പുള്ളിനെ കാണിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് അത് നല്ല രസമുണ്ട് കാണാനായിട്ട്, ക്യാമറയും മ്യൂസിക്കും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല. പിന്നെ ആളുടെ ചെറുപ്പകാലത്ത് ആൾ കേട്ടറിഞ്ഞ കുറേ ഒടി കഥകളുണ്ട്. ഈ പോത്തിങ്ങിൻ്റെ കാല് വെച്ച് കെട്ടി ആൾക്കാർ പോക്കറ്റൊക്കെ അടിക്കാൻ വരുന്ന പഴയ കാലഘട്ടം തൃശ്ശൂരുണ്ടായിരുന്ന എൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചിട്ടൊക്കെ പിരിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ഇതല്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിന് ഞാൻ കയറ്റുമെന്ന് പറഞ്ഞു. മിക്സ് കഴിഞ്ഞിട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിൽ പുള്ളി വേറൊരു 2 ദിവസം കണ്ട് തന്നെ ഇങ്ങോട്ട് വിളിക്കണം. സോണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വീണ്ടും വരാം, എന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് പുള്ളി വിചാരിക്കരുത്, ഞാൻ വീണ്ടും വരാം, സോണിൽ എന്തെങ്കിലും മാറ്റം ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പിരിഞ്ഞത്. അത്രയും ഹാപ്പി ആയിട്ടാണ് പുള്ളി ഇതിൻ്റെ വിഷ്വലും ഈ പടത്തിനോടും പുള്ളി ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചത്. നമുക്കതൊക്കെ ഭയങ്കര ഗിഫ്റ്റഡാണ്. ഇത് ഇത്രയും സീനിയറായിട്ടുള്ള ഒരാൾ നമ്മളോട് ഇത്രയും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഒരു എല്ലാം പുതുമുഖമായിട്ടുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പുള്ളിയുടെ പോലത്തെ സീനിയറായിട്ടുള്ള ഒരാൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഭയങ്കര ഈ സബ്ജക്റ്റിന് തന്നെ ഭയങ്കര ഗിഫ്റ്റഡാണ്. ഇപ്പം ഈ പരിപാടിക്ക് തന്നെ നമ്മൾ വിളിച്ചപ്പോൾ പുള്ളി ദക്ഷിണാഫ്രിക്കയിലായതുകൊണ്ട് മാത്രം വരാത്ത, അല്ലെങ്കിൽ പുള്ളി ഓടി വന്നായിരുന്നു. ഒടിയൻ എന്നുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു മിത്തിനെ ഉപയോഗിച്ച് മുമ്പും ആളുകൾ സിനിമ ചെയ്യാൻ നോക്കിയിട്ട് ലാൽ ജോസ് ഒരുപാട് കാലം സിനിമ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയാനന്ദൻ പൃഥ്വിരാജിനെ വെച്ച് ആലോചിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളായിട്ട് സംസാരിക്കാൻ അവര് ചെയ്തൊരു റിസർച്ച് മെറ്റീരിയലിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പ്രിയൻ സാർ നമ്മൾ വളരെ കൂട്ടുകാരനെ പോലത്തെ ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മുന്നേ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഈ യൂട്യൂബിൽ വന്ന സമയത്ത് ഞാൻ ആളെ ഇൻഫോം ചെയ്തപ്പോൾ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു 6 മണിക്കാണ് അപ്ലോഡ് ചെയ്യണത്. ഞാൻ ഒരു 6:45 ആയപ്പോഴേക്കും ഞാൻ പുള്ളിനെ വിളിക്കണം, ചേട്ടൻ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കാനായിട്ട് ഞാൻ അങ്ങനെ വിളിക്കണം. എടാ ഞാൻ കണ്ടുകൂടാന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്ന് ഞാൻ ഇട്ട പാടെ തന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഇതാണ്. അത് ഇടാൻ വേണ്ടിയിട്ടൊരു ഇട്ട സമയത്ത് തന്നെ പുള്ളി കാണാന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാണ്. ആള് പറഞ്ഞു ഞാൻ ഇട്ട സമയത്ത് തന്നെ കണ്ടുകൂടുന്നുണ്ട്, നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ ആൾക്ക് എന്നോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് സ്വാഭാവികമായിട്ടും. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ പറഞ്ഞ എൻ്റെ ഒരു സ്വഭാവത്തിലുള്ള സിനിമകൾ ആൾക്ക് താല്പര്യമുള്ളതാണ്. അപ്പോൾ ആളും എൻ്റെ അടുത്ത് ഇപ്പോഴും പറയാറുണ്ട് അത്തരം കാര്യങ്ങൾ. അതായത് കുറച്ചും കൂടി ഈ കാലഘട്ടത്തിനനുസരിച്ച് കുറച്ചൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ചിന്തിക്കണടാ, അല്ലെങ്കിൽ നീ ചിലപ്പോൾ ഒന്നല്ലാണ്ടായി പോവും, കുടുംബം നോക്കണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഉപദേശമൊക്കെ തരാറുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ എടുക്കുന്ന സംഭവം വെച്ചിട്ടുള്ളൊരു കൊമേഴ്ഷ്യലൈസേഷനാണ് ഈ സിനിമ ശരിക്കും. ഒരു മലയാളത്തിലൊരു നായക നടനാവുക അതൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം? അങ്ങനെയൊന്നും അങ്ങനെ വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ഒരു ഒഴുക്കിനനുസരിച്ച് പോണ ഒരു പരിപാടിയാണ്. പക്ഷെ അഭിനയം എന്നുള്ള കാര്യം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷെ അതിനു വേണ്ടി അങ്ങനെ ഒരുപാട് അലഞ്ഞിട്ടൊന്നുമില്ല സത്യത്തിൽ. പിന്നെ ഇതിപ്പോൾ ഒരു നിയോഗം പോലെ വന്നുപെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഷോർട്ട് ഫിലിം ചെയ്യാനിടയായി. അപ്പം അതിൽ നിന്ന് ഇതിപ്പോൾ ഡെവലപ്പായി സിനിമയായി. അപ്പം അങ്ങനെ ഞാനെപ്പോഴും ഇതൊന്നായിട്ട് അങ്ങോട്ട് ഇതൊക്കെ സത്യം തന്നെയാണോ എന്നൊക്കെയുള്ള ഒരു മൈൻഡിലിരിക്കണേ. അങ്ങനെ ചെയ്തു പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നായക നടനാവാന്നൊക്കെ പറഞ്ഞാൽ അത് കാണാം, അത്ര തന്നെ ആയി.
ലോകത്ത് എവിടെയും ലോക്കലി ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നിട്ട് അവരുടെ ഫാന്റസി കഥകൾ അല്ലെങ്കിൽ അവരുടെ ഹൊറർ കഥകളൊക്കെ പറയുമ്പോഴാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പം കാന്താരി ലോകത്ത് ഇപ്പൊ ഹെറിഡിറ്ററിയോ അല്ലെങ്കിൽ സ്ലേവ്സ് ഓഫ് സാത്താനൊക്കെ എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ്. അതെ, അവരുടെ സ്ഥലത്ത് നിന്ന് അവരുടെ ആചാരങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ഹൊററോ ഫാന്റസിയോ ഒക്കെ പറയുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ആ ഒരു വിധി ഒടിയങ്കത്തിനും ഉണ്ടാവട്ടെ, സിനിമ ശ്രദ്ധിക്കപ്പെടട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.